ഹലോ, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് നമ്മുടെ കാരണവന്മാരൊക്കെ പണ്ടുള്ള കാലത്ത് നമുക്കിതൊക്കെ ഉണ്ടാക്കി തന്നിട്ടുണ്ട്. നമ്മുടെ അമ്മയൊക്കെ നമുക്ക് ഉണ്ടാക്കി തന്നിട്ടുണ്ട്. അതുകൊണ്ട് നമുക്കിത് അറിയാവുന്നതാണ്. പിന്നെ ചേമ്പില കൊണ്ടുള്ള ഒരു അപ്പമാണ്. ചേമ്പില അപ്പമാണ്. നല്ല സൂപ്പർ ടേസ്റ്റാണ്. നല്ല ടേസ്റ്റാണ്. നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു അപ്പമാണ്. അപ്പോൾ ഇതുണ്ടാക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് വേണ്ടി നമ്മൾ ഒരു 2 ഗ്ലാസ് പച്ചരി എടുത്തിട്ടുണ്ട്. 1 ഗ്ലാസ് പുഴുക്കലരിയും, ഒരു ഗ്ലാസ് തൊമര സാമ്പാർ പരിപ്പ് അല്ലെ തൊമര, ഒരു 10-15 വറ്റൽമുളകും, ഒരു നാരങ്ങ വലുപ്പത്തിലുള്ള പുളി എടുക്കുക. പുളി എടുത്തതിന് ശേഷം നമ്മളിതെല്ലാം നല്ല വെള്ളത്തിൽ ഇടുക. ആദ്യമേ കഴുകി കളഞ്ഞതിന് ശേഷം നല്ല വെള്ളത്തിൽ നമ്മളിടുക. കാരണം ഈ വെള്ളം സഹിതമാണ് നമ്മൾ എടുക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിത് പിന്നെ അരയ്ക്കാൻ ഭാവിക്കുമ്പോൾ നമ്മൾ ഒരു മുറി തേങ്ങയും പിന്നെ കായവും ലേശം മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇട്ടതിന് ശേഷം ഇതെല്ലാം കൂടെ ഒന്നിച്ചരച്ച് നമ്മൾ കൊണ്ടുവന്നതിന് ശേഷം നമ്മൾ ഇത് അരയ്ക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നമ്മൾ ഇഡ്ഡലി പരുവത്തിലേ അരയ്ക്കാവുള്ളൂ. ഒരുപാടങ്ങ് നല്ലോണം അരയ്ക്കരുത്. എന്നിട്ട് നമ്മൾ ഇല കൊണ്ടുവന്നതിന് ശേഷം ആ ഇലയുടെ ഇവിടെ പൊങ്ങിയിരിക്കുന്ന ഭാഗം ഒത്തിരി ഉണ്ടെങ്കിൽ ഇച്ചിരി ചരണ്ടിക്കളയുക. ഇല്ലെങ്കിൽ അതുപോലെ തന്നെ വെച്ച് നമുക്കുണ്ടാക്കാം. ഇതുപോലെ ഇലയിലെല്ലാം വാരി നല്ല രീതിയിൽ തേച്ച് കൊടുക്കുക. എല്ലായിടം മാവ് ചെല്ലുന്ന രീതിയിൽ നമ്മൾ തേച്ച് കൊടുക്കുക. തേച്ച് കൊടുത്തതിന് ശേഷം ഓരോ ഇല പുറത്തിട്ട് നമ്മളിതുപോലെ തേച്ച് കൊടുക്കുക. 3-4 ഇലയുടെ പുറത്ത് ഒന്നിച്ചിട്ട് ഇതുപോലെ ഒരു പുറത്ത് നമ്മളിതുപോലെ തേച്ച് മാവെല്ലാം തേച്ച് പിടിപ്പിച്ച് മാവ് എത്രയും തേക്കുന്ന അത്രയും നല്ല ടേസ്റ്റാണ്. വേവാൻ പക്ഷേ ഭയങ്കര പാടായിരിക്കും. അതുകൊണ്ട് 2-3 ഇല തേച്ച് കൊടുക്കാവുള്ളൂ. ഒരുപാട് ഇല വെച്ച് തേച്ച് ഇതുപോലെ മടക്കരുത്. 2-3 ഇല ഇട്ട് തേച്ച് ഇതുപോലെ മടക്കിയതിന് ശേഷം അതിൻ്റെ ഇടയ്ക്ക് പുറത്തും ഇതുപോലെ മാവ് പുരട്ടിയതിന് ശേഷം അതൊന്ന് കെട്ടിക്കൊടുക്കുക. കെട്ടിയതിന് ശേഷം നമ്മളിത് ഇഡ്ഡലിക്കുട്ടകത്തിലേക്ക് ഇറക്കി വെച്ച് കൊടുത്ത് ഒരു 3/4 മണിക്കൂർ 1 മണിക്കൂറെങ്കിലും ഇത് നന്നായിട്ട് വേവണം. നല്ലോണം വേവണമെങ്കിൽ ഒരു 3/4 മണിക്കൂർ 1 മണിക്കൂറൊക്കെ എടുക്കും. ഇതിൻ്റെ ഉള്ളെല്ലാം നല്ല രീതിയിൽ വെന്ത് വരണമെങ്കിൽ. എന്നിട്ട് നമ്മൾ 3/4 മണിക്കൂർ കഴിഞ്ഞിട്ട് ഇത് നല്ലോണം തണുത്ത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ അതിൽ നിന്ന് എടുക്കാനൊക്കത്തുള്ളൂ. ഇല്ലെങ്കിൽ നമുക്ക് നല്ലോണം പെർഫെക്റ്റായിട്ട് കിട്ടത്തില്ല തണുക്കാതെ എടുത്തു കഴിഞ്ഞാൽ. എന്നിട്ട് ഇതുപോലെ കട്ട് ചെയ്ത് വലിയതാണ് ഇതുപോലെ കട്ട് ചെയ്തിട്ട് നമുക്ക് ചൊറിയുന്ന